യഹോവ മിശിഹായ്ക്ക് സ്തുതി. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നതാണ്. കാരണം വേണ്ട വിധേന പ്രാർത്ഥിക്കാൻ നമ്മളിൽ പലർക്കും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം. അതായത് ഈ അന്ത്യകാലത്ത് സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ നമുക്ക് ചുറ്റും പല രൂപേണ നടക്കുകയാണ്. വചനം പറയുന്നവരുടെ ഇടയിൽ വചനമെടുത്ത് തന്നെയാണ് അവൻ വരുന്നത്. അത് നിങ്ങൾക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇപ്പോൾ അയക്കുന്ന ഈ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ പോസ്റ്ററുകളായാലും അതിൻ്റെ താഴെ വചനം എടുത്തുകൊണ്ട് തന്നെ ഈ സാത്താൻ വരും. കാരണം അതിൻ്റെ വ്യാഖ്യാനം തെറ്റിച്ചുകൊണ്ട്. കാരണം മതപുരോഹിതന്മാർ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വേറെയാണല്ലോ. അപ്പോൾ അതും എടുത്തു കൊണ്ടുവന്നുകൊണ്ട് അവർ വചനം കൊണ്ട് തന്നെ വചനത്തെ തോൽപ്പിക്കാനായിട്ട് സാത്താൻ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ യഥാർത്ഥമായ ദൈവവചനം നമ്മൾക്കറിയണം. അതിൻ്റെ യഥാർത്ഥമായ വ്യാഖ്യാനം നമ്മൾക്ക് മനസ്സിലാകണം. അതിന് ആര് വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ആത്മാവിൻ്റെ ഭോജനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കണം അല്ലേ? ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടില്ലേ, ശരീരത്തിന് വേണ്ടി നമ്മൾ 24 മണിക്കൂറും അധ്വാനിക്കുമ്പോൾ 1 മണിക്കൂറെങ്കിലും ആത്മാവിൻ്റെ ഭോജനത്തിനായി നാം അധ്വാനിക്കേണ്ടതുണ്ട്. അതിനെ കൊടുത്ത് പാസ്റ്റർക്കോ ആ പുരോഹിതനോ കൊടുത്ത് നശിപ്പിക്കാൻ കൊടുക്കേണ്ടതല്ല നമ്മുടെ ആത്മാവിനെ. അത് നന്നാക്കണമെങ്കിൽ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ നേരമെങ്കിലും രാത്രി മിഴിച്ചിരുന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ. ഈ 1 മണിക്കൂർ എന്ന് ഞാൻ പറയാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 14:38 മറ്റെല്ലാ സുവിശേഷകന്മാരിലും നമുക്ക് ഈ അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ഗെത്സമൻ തോട്ടത്തിൽ നമ്മുടെ യേശുവാപ്പ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോകും അല്ലേ. അപ്പോൾ ഇടയ്ക്ക് വരുമ്പോൾ അവർ ഉറങ്ങുന്നത് കാണുമ്പോൾ ആ ഭാഗമാണ് യേശുവ പത്രോസിനോട് പറയാണ്, ശിമയോനെ നീ ഉറങ്ങുന്നുവോ? ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും ഉറങ്ങി കിടക്കുമ്പോൾ രാത്രിയിൽ ദൈവത്തെ പോലും ഓർക്കാതെ ഈ മൊബൈലൊക്കെ കുറേ നേരം നോക്കി നമ്മൾ കിടന്നുറങ്ങുന്നു. നേരം വെളുത്ത ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് മൊബൈൽ. അപ്പോൾ ആ സമയത്ത് കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്, മകളെ നീ ഉറങ്ങാണോ എന്ന് ചോദിക്കുകയാണ് നമ്മളോട് ഓരോരുത്തരോടും. 1 മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? പത്രോസിനോട് ചോദിച്ച ചോദ്യം നമ്മളോടും ചോദിക്കുകയാണ്. 1 മണിക്കൂർ നേരമെങ്കിലും എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിൻ്റെ കയ്യിലില്ലേ? രാവിലെ നീ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുമോ നിനക്ക് നിശ്ചയമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്തുതി മൊബൈലിനും മറ്റ് പലർക്കും കൊടുത്തിട്ട് നീ കിടന്നുറങ്ങുമ്പോൾ നിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ രാവിലെ ഉണരുമ്പോൾ നിൻ്റെ കയ്യിൽ നിൻ്റെ ആത്മാവ് ഉണ്ടാകുമോ? എന്തുറപ്പാണ് ഉള്ളത്? അപ്പോൾ പിന്നെ താഴെ പറയാണ്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമത്രേ. യേശുവ അന്ന് പറഞ്ഞതാണ് സ്ലേഹന്മാരുടെ അടുത്ത്, മനസ്സിലായി. പക്ഷെ അത് നമ്മളോട് ഓരോരുത്തരോടും കൂടിയാണ് പറയുന്നത്. രാവിലെ മുതൽ ജോലി കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല അല്ലേ. ഇനി ആ സമയത്ത് പ്രാർത്ഥിക്കണമെന്ന് തോന്നുവാണ്. പക്ഷെ അപ്പം തന്നെ ഒരു തോട്ട് വരും, കർത്താവിനെല്ലാം അറിയാലോ. പലരും എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് എല്ലാം ക്ഷമിക്കൂലോ, കർത്താവിന് നമ്മെ അറിയാലോ. ഇത് നമ്മളെ പഠിപ്പിച്ചേക്കണ പുരോഹിതന്മാർ തെറ്റ് പഠിപ്പിച്ച് തന്നേക്കണതാണ് നമുക്ക്. ഇത് സാത്താൻ്റെ ഒരു തോട്ടാണ്, ഒരു ടെക്നിക്കാണ്. എനിക്ക് വയ്യ, ഞാൻ ക്ഷീണിച്ച അവശയാണ്, എനിക്ക് ഇന്ന് പ്രാർത്ഥിക്കാൻ വയ്യ, നാളെ ആവട്ടെ എന്ന് പറയുന്ന തോട്ട് തരുന്നത് സാത്താനാണ്. കർത്താവ് ചോദിക്കുകയാണ്, ആ തോട്ടിനെ ജയിച്ച് 1 മണിക്കൂർ നേരമെങ്കിലും മിഴിച്ചിരുന്ന് 5 കന്യാസ്ത്രീകളെ പോലെ നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? 5 കന്യകമാരുടെ കഥ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. വിളക്കിൽ എണ്ണ കരുതിയ ബുദ്ധിമാന്മാരായ 5 കന്യകകൾ. ഈ 5 കന്യകകളാണ് നമ്മൾ ഇന്ന് ആവേണ്ടത്. കാരണം അന്ത്യകാലമായി. കർത്താവ് ഏത് സമയം വരുമെന്നറിയില്ല. വരുന്ന സമയത്ത് നമ്മളെ കണ്ടില്ലെങ്കിൽ ഉള്ളവരുടെ കൂടെ പോവും. മനസ്സിലായോ? അപ്പം നമ്മൾ ഏത് നിമിഷവും കർത്താവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വിളക്കിൽ എണ്ണ കരുതിക്കൊണ്ട് 5 കന്യകകളെ പോലെ നമ്മൾ കാത്തിരിക്കണം നമ്മുടെ കർത്താവിന് വേണ്ടി. അതിനു വേണ്ടിയിട്ട് 1 മണിക്കൂർ നേരമെങ്കിലും രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ചിലവരൊക്കെ രാത്രിയിൽ പലരും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലേ. 1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താ പ്രാർത്ഥിക്കണേ? കുറേ പേര് എന്താ പ്രാർത്ഥിക്കണേ? അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും അല്ലേ. കുറേ പേര് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും. എന്തൊക്കെയോ ജപങ്ങൾ അവർക്ക് കാണാപ്പാടം പഠിച്ച ജപങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ടാവും.
നിങ്ങൾ ഒന്നും ഓർക്കണം, അത് വെറും അധരജൽപ്പനം മാത്രമാണ്. കർത്താവ് പറഞ്ഞിട്ടില്ലേ സുവിശേഷത്തിൽ, അത് നിങ്ങളുടെ അധരജൽപ്പനം മാത്രമാണ്. ജാതികൾ അധരജൽപ്പനം ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യല്ലേ എന്നാണ് യേശുവ പറഞ്ഞത്. കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് മുൻപേ അറിയുന്നവനാണ് ദൈവമെന്ന്. അപ്പോൾ ഇങ്ങനെ ഈ കൊന്തയൊക്കെ ചൊല്ലത് കൊണ്ട് നമുക്ക് മനസ്സിന് ചിലപ്പോൾ തൃപ്തി ഉണ്ടാകാം, എന്നല്ലാതെ ആത്മാവിന് അതൊരു ഭോജനപ്രിയമല്ല. നമ്മളെപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതല്ല ദൈവത്തിന് കൊടുക്കേണ്ടത്. ദൈവത്തിന് എന്താണ് പ്രിയപ്പെട്ടതെന്ന് നാം അന്വേഷിക്കണം. ഇപ്പോൾ വർഷിപ്പ് ചെയ്യുമ്പോഴായാലും നമ്മൾ പാട്ട് തിരഞ്ഞെടുക്കുമ്പോഴായാലും എനിക്കിഷ്ടപ്പെട്ട പാട്ട് കർത്താവിന് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ട് പാടില്ല. നമ്മൾ കർത്താവിനോട് ചോദിക്കണം, എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ അപ്പ, അത് നമുക്ക് തെളിയിച്ച് തരണേ. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവിൻ്റെ ഇഷ്ടമാണോ ഞാൻ ഈ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഈ ജപങ്ങളെല്ലാം കാണാപ്പാടം ഉരുവിടുന്നതും എല്ലാം കർത്താവിന് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാണ്ട് ജാതികൾ അധരജൽപ്പനം ചെയ്യുന്ന പോലെ, അധരവ്യായാമം ചെയ്യുന്നത് പോലെ രാത്രിയിൽ ഉറക്കൊളിച്ചു നിന്നിട്ടിരുന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കൊന്ത ചൊല്ലുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. പക്ഷേ അതാണോ യഥാർത്ഥമായ പ്രാർത്ഥന? യേശുവ എന്താണ് നമ്മോട് മാതൃക കാണിച്ചത്? അതായത് ഗെത്സമൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിച്ചപ്പോൾ കൊന്ത ചൊല്ലിയായിരുന്നോ പ്രാർത്ഥിച്ചിരുന്നേ? വേണ്ട. അപ്പം നിങ്ങൾ പറയാം അതിൽ കൊന്ത ചൊല്ലാനായിട്ട് മറിയുന്നുണ്ടായില്ലല്ലോ എന്നല്ലേ? ശരി, കൊന്തയിൽ മറിയത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ അന്ന് എന്തുകൊണ്ട് യഹൂദന്മാർക്ക് അബ്രാഹത്തോട് പ്രാർത്ഥിച്ചൂടാ, മോശയോട് പ്രാർത്ഥിച്ചൂടാ? അവരുടെ എത്ര പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരോടെങ്ങാനും അവർക്ക് ഇതുപോലെ അവരോട് പ്രാർത്ഥിക്കായിരുന്നില്ലേ? അവരതിനെങ്ങാനും പ്രാർത്ഥിച്ചിരുന്നോ? എന്തുകൊണ്ടാണ് യഹൂദന്മാർ യേശുവായെ വിശ്വസിക്കാതിരുന്നത്? ദൈവം വെറും ഒരു മനുഷ്യനായി ഭൂമിയിൽ വരുമെന്ന് അവർക്ക് അത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് എരിവാണ് ദൈവത്തോട്. ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം ഒരു മനുഷ്യനിൽ കണ്ടെത്താൻ അവർക്ക് സാധിക്കില്ല. അതാണ് യഹൂദൻ്റെ എരിവ്, മനസ്സിലായി? എന്നാൽ ക്രിസ്ത്യാനി യഹൂദൻ്റെ ദൈവത്തെ വിറ്റ് ഇന്ന് കാശാക്കുക ചെയ്യുന്നത്. അപ്പോൾ യേശുവ നമുക്ക് കാണിച്ചുന്നത് പിതാവും മകനുമായുള്ള ഗാഢമായ ബന്ധമായിരുന്നു. ഒരു കംപ്ലീറ്റ് യഹൂദനായി ദൈവം വന്നപ്പോൾ നമുക്ക് എന്താ കാണിച്ചെന്നത്? മനുഷ്യനായ ദൈവപുത്രൻ തൻ്റെ പിതാവിനോടുള്ള ഗാഢബന്ധം പുലർത്തുന്ന ഒരു മനുഷ്യൻ. അങ്ങനെയാണ് യേശുവായെ നമ്മൾ കാണേണ്ടത്. ആ ബന്ധം ആണ് നമ്മളും മാതൃകയാക്കേണ്ടത്. അതെല്ലാം മറന്ന് ദൈവത്തിലേക്ക് എന്താ പറയുക, മധ്യസ്ഥ തേടാണ്. നമുക്ക് ദൈവത്തിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ലാന്ന്. അതാണ് നമ്മൾ പുരോഹിതന്മാർ പഠിപ്പിക്കണേ, മനസ്സിലായോ? ഒരപ്പനോട് ഒരു മക്കൾക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ലെന്ന്. അപ്പം അതിന് ഇടക്കാലമായിട്ട് എന്താ പറയുക, മധ്യസ്ഥന്മാർ വേണം, ഇടനിലക്കാർ വേണം അല്ലേ? ആ ഇടനിലക്കാർ വഴിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? എന്ത് പറയാനാ? ഇപ്പം എന്താ പറയുക, കൃപാസനം അല്ലേ? അവിടെ എത്ര പേപ്പർ വിറ്റു അങ്ങനെ പറയില്ല. ഇപ്പം നിങ്ങൾ പറയില്ല, ശരി കൊന്ത ചൊല്ലിയിട്ട് എനിക്ക് പല കാര്യം നടന്നല്ലോ, അല്ലെങ്കിൽ കൃപാസനത്തിലെ പേപ്പർ വിറ്റിട്ട് എനിക്ക് പല കാര്യം നടന്നല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അല്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ കാര്യം നടക്കാൻ മാത്രമാണോ നിങ്ങൾ ദൈവത്തിന് ആവശ്യമുള്ളത്? നിൻ്റെ ചിന്തകൾ, നിൻ്റെ ആവശ്യങ്ങൾ നിനക്ക് മുമ്പേ അറിയും നമ്മുടെ അപ്പൻ ദൈവം. അത് തിരുവചനം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. ഇനി അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം, ദൈവത്തിന് അത്ഭുതം കാണിക്കാൻ പറ്റുന്ന പോലെ തന്നെ മനുഷ്യനെ തെറ്റിലേക്ക് നയിക്കാനായിട്ട് സാത്താനും അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. യേശുവ രോഗികളെ സുഖപ്പെടുത്തി വചനം സംസാരിച്ചപ്പോൾ ഒരുപാട് പേര് യേശുവായുടെ ചുറ്റും കൂടിയായിരുന്നു അല്ലേ? അവർ പ്രസംഗിച്ച് നടന്നപ്പോൾ. അപ്പോൾ എന്താ പറയണേ? കരുണാമസൃണമായ വാക്ക് അല്ലേ, കരുണ നിറഞ്ഞ വാക്ക് എന്ന്. എന്നാൽ എപ്പോൾ കഴമ്പോട് കൂടി സംസാരിച്ചു തുടങ്ങിയോ, അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി സംസാരിച്ചു തുടങ്ങിയോ, അപ്പോൾ ജനങ്ങൾ കുറഞ്ഞു. അപ്പോൾ അവരെന്താ പറഞ്ഞേ? അവൻ്റേത് കഠിനമായ വാക്ക് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ സുവിശേഷ പ്രഘോഷണം. കാതിന് ഇമ്പമുള്ള സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ കൂടെ മാത്രമേ മനുഷ്യരുള്ളൂ. സുഖിപ്പിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ ഉള്ളൂ മറ്റുള്ളവർ. അതായത് നിങ്ങൾ ദൈവത്തോട് ഇന്നത് ചെയ്യേ, ഇന്ന സ്ഥലത്തേക്ക് പോ, അല്ലെങ്കിൽ ഇത്ര പേപ്പർ വിൽക്ക്, ഇങ്ങനെ ചെയ്യേ, അപ്പോൾ നിങ്ങൾക്ക് സുഖം കിട്ടും, നിങ്ങൾക്ക് വീട് തരും, കടം മാറും, ദശാംശം കൊടുക്ക്, ഇതൊക്കെ പറയുന്ന പുരോഹിതന്മാരുടെ കൂടെ നിങ്ങൾ പോവുള്ളൂ. അല്ലാതെ ഇതൊക്കെ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഇതിലെല്ലാം പോകേണ്ട, നിങ്ങൾ നേരിട്ട് ദൈവത്തോട് സംസാരിക്കൂ എന്ന് പറയണവരുടെ കൂടെ ആരുമില്ല.
അതൊന്നും കേൾക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾ ഇത്ര നാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചത്, എന്നിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഞങ്ങൾക്ക് എല്ലാം ഇത്ര നാൾ ഞങ്ങൾക്ക് ഈ മാതാവും ഈ ഔസപിതാവും അല്ലെങ്കിൽ ഈ വിശുദ്ധന്മാരൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തന്നത്. ഇപ്പം നീ വന്ന് ഇങ്ങനെ പുതിയൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. പലരും പറയണ കാര്യമാണത്. എൻ്റെ മൂഢ ജനതയെ, അപ്പനുമായിട്ടുള്ള ആ ബന്ധം അതുണ്ടോ നിങ്ങൾക്ക്? ആ ബന്ധം ഒരു കല്ലിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിന് കൈമാറ്, അതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് വിഗ്രഹാരാധനയെക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. എത്ര ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ടും ഒരു മാറ്റവും ഇല്ല. അന്ത്യകാലായി, പശ്ചാത്തപിക്ക് എന്നൊക്കെ എത്ര വട്ടം ആര് പറഞ്ഞാലും അതൊന്നും ആർക്കും ഒരു എന്താ പറയുക, അതാരും ഒന്നും ഗൗനിക്കില്ല. അവരവരുടെ വഴിക്ക് തന്നെ പോവാം. നിങ്ങൾ വഴി തെറ്റാണ്ട് ഇരിക്കാനായിട്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ജീവനുണ്ടോ? ജീവനുണ്ടെങ്കിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തെയാണ് സ്തുതിക്കേണ്ടത്, ആരാധിക്കേണ്ടത്. അല്ലാതെ ജീവനില്ലാത്ത ഒരു സ്വരൂപത്തിൻ്റെ മുമ്പിലും നിങ്ങൾ കുമ്പിടരുത്. രാത്രിയിൽ 1 മണിക്കൂർ എഴുന്നേറ്റ് നിങ്ങൾ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുവിൻ. എങ്ങനെ? ഒരു മകൻ അപ്പനോട് സംസാരിക്കുന്ന പോലെ. മനസ്സിലായോ? നിങ്ങൾ ഈ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കാണാപ്പാടം ചൊല്ലണതൊക്കെ ചൊല്ലും, എന്നിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ പറയും ഇന്ന കാര്യം നടക്കണേ എന്ന്. അല്ലാതെ അപ്പൻ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളതിന് കാതോർത്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ദൈവവചനത്തിൽ ഉള്ളതാണോ? എന്നിട്ട് ഇത്ര നാൾ നമ്മളത് അറിയായിരുന്നേ എന്ന് ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു ബുദ്ധി അതെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എത്ര വട്ടാ പറയണേ, എന്നിട്ടൊരു കാര്യമില്ല. നിങ്ങൾ തന്നെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയണ ആ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലാറുണ്ടല്ലോ. ആരെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലിയിട്ടുണ്ടോ? നിങ്ങൾ കുടുംബ പ്രാർത്ഥന എന്ന് പറയില്ലേ? ഇടയ്ക്ക് സീരിയലിൻ്റെ ഇടയ്ക്ക് പരസ്യം വരുമ്പോൾ, പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പപ്രായത്തിലൊക്കെ കറണ്ട് കട്ടുണ്ടായിരുന്നു. ആ കറണ്ട് കട്ടിൻ്റെ സമയത്തൊക്കെയാണ് പ്രാർത്ഥന വയ്ക്കുന്നത്. അതായത് നമ്മുടെ സൗകര്യത്തിന് നമ്മൾ എന്തോ ഒരു രൂപത്തിന് മുമ്പിലിരുന്ന് എന്തൊക്കെയോ ജൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്നിട്ടും നമ്മുടെ കാര്യങ്ങൾ നടന്നിരുന്നല്ലോ അല്ലേ? അപ്പം നമ്മൾ അപ്പം പിന്നെ കുഴപ്പമില്ല, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യും ദൈവം. ഇനി പക്ഷെ അങ്ങനെയല്ല. അന്ത്യകാലമായി നിങ്ങളുടെ ദ്രോഹങ്ങൾ ഇപ്പം പലരുടെയും പല കാര്യങ്ങളും കേട്ട് മനുഷ്യനായ എന്താ പറയുക, നമുക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ നമ്മൾ ദൈവം സഹിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം നിങ്ങൾ പറയും ശരി, നീയൊക്കെ ഇതുപോലെ തന്നെയല്ലേ ജീവിച്ചിരുന്നെന്ന്. അതെ, ഇങ്ങനെയുള്ള സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് ഞാനും ഇതുപോലെയൊക്കെ തന്നെ കൊന്ത ചൊല്ലിയൊക്കെ ജീവിച്ചിരുന്നതാണ്. ഇല്ലയെന്ന് ഞാൻ പറയില്ല. പക്ഷേ സത്യം അറിഞ്ഞാൽ ഈ ലോകം അവസാനം ഈ കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയും. അതൊഴുകി വരുന്നത് സിയോൻ പർവ്വതത്തിൽ നിന്ന്, സിയോനിൽ നിന്ന്, ജെറുസലേമിൽ നിന്നാണ് അത് ഒഴുകി വരുന്നത്. അവിടെ നിന്നാണ് വരേണ്ടത്, അവിടെ നിന്നാണ് വരുന്നതും. അപ്പോൾ അത് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു നടക്കണം. 2 വഞ്ചിയിൽ കാലിട്ട് നമുക്ക് നടക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് സമയത്ത് സീരിയലിൻ്റെ പകുതിയിലോ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത സീരിയൽ വരുമ്പോഴോ ഓടിപ്പോയി നിങ്ങൾക്ക് കാണാപ്പാടം പഠിച്ചതൊക്കെ ചൊല്ലണു അല്ലേ? ഇനി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവിനോട് ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന. അങ്ങനെ ആയിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന കർത്താവ് പറഞ്ഞത്. അല്ലാതെ സ്വർഗസ്ഥനായ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയല്ല. അതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാണ്ട് അത് പറയുന്നത്. നിങ്ങൾ ഒന്നോർക്കണം, നിങ്ങളുടെ വായിൽ നിന്ന് പോകുന്ന ഓരോ വാക്കുകൾക്കും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഒരു അർത്ഥവും മനസ്സിലാക്കാതെ പല പാട്ടുകളിലൂടെയും അവൻ നീ എന്നൊക്കെ പറയുന്നതും അതുപോലെ തന്നെ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും നിൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്കുകളാൽ നീ വിധിക്ക് മുൻപ് നിൽക്കേണ്ടി വരും, വിധിയാളനായി നിൽക്കേണ്ടി വരും. മനസ്സിലായോ? ഇനി സ്വർഗസ്ഥനായ പിതാവേ നിങ്ങൾ ചൊല്ലാറുണ്ടല്ലേ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ആദ്യത്തെ വരി, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് വെച്ചാൽ എന്താണ്? സ്തുതി കൊടുക്കാൻ അല്ലെങ്കിൽ പൂജിക്കാൻ, വർഷിപ്പ് ചെയ്യാൻ നാം ബാധ്യസ്ഥരാണ്. മനസ്സിലായോ? അല്ലാണ്ട് വൺ വേയിലുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ കണക്ക് പറച്ചിൽ, നമ്മുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം ദൈവത്തോട് കാണിക്കുന്ന സ്നേഹം. നീ ഒന്നോർത്ത്, നിൻ്റെ ചിന്തകൾ പോലും കർത്താവിന് അറിയില്ലേ? ഇപ്പം എനിക്കൊരു വീട് വേണം, വീട് കിട്ടിക്കഴിഞ്ഞാൽ കർത്താവിനെ മറക്കുമെന്ന് കർത്താവിനറിയാം. മനസ്സിലായോ? അപ്പം അതൊക്കെ നമ്മളെക്കാളും അറിയുന്ന ഇതാണ് ദൈവം. പിന്നെ ദൈവത്തെ പറ്റിക്കാൻ നമുക്ക് പറ്റുമോ? അപ്പോൾ ഫസ്റ്റത്തെ കർത്താവേ അങ്ങയുടെ നാമം പൂജിതമാകണമേന്ന്, ഈ പൂജിക്കേണ്ട ഒരു കാര്യം, അതായത് സ്തുതി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രം കൊടുക്കാനുള്ളതാ. അത് മധ്യസ്ഥന്മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ
വേറെ മാതാവിന് കൊടുക്കാനോ ഔസപിതാവിന് കൊടുക്കാനോ മറ്റുള്ള എന്താ പറയുക അഭിവന്ധ്യ പാർക്രീർക്കിസ് ആർക്കിസ് എന്ന് പറഞ്ഞ സഭാധികാരികൾക്ക് കൊടുക്കാനോ ഒന്നും ഉള്ളതല്ല. ഈ സ്തുതി അല്ലെങ്കിൽ വർഷിപ്പ് അല്ലെങ്കിൽ ഈ പുകഴ്ച ഇതൊക്കെ പൂജിതമാകണമെന്ന് പറഞ്ഞാൽ അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ മാത്രമാണ് നമ്മൾ സ്തുതി കൊടുക്കാൻ പാടുള്ളൂ. ഇതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ വരി പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ദൈവത്തെ മാത്രമാണോ സ്തുതിക്കുന്നേ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ സഭാധികാരിയായ പോപ്പ് വരെ പറഞ്ഞു മറിയത്തിലൂടെ ദൈവത്തിലേക്ക് അല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ആദം മുതൽ എല്ലാവരും ലോകാവസാനം ന്യായവിധിക്കായി കാത്തു കിടക്കുമ്പോൾ ഇതിൽ ആരൊക്കെയാണ് വിശുദ്ധന്മാർ? അല്ലെങ്കിൽ മനുഷ്യർ കണ്ടുപിടിച്ച് വിശുദ്ധരൊക്കെ വിശുദ്ധരാവണമെന്നുണ്ടോ? ഇത് അറിയാത്ത ഈ അവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരോട് പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? മാതാവ് സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. മാതാവ് സ്വർഗത്തിൽ പോകും തീർച്ച. മനസ്സിലായ? മാതാവ് ഇതുപോലെ വിഗ്രഹാരാധന ചെയ്തിട്ടില്ല നിങ്ങളെപ്പോലെ. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങളായിരിക്കും നരകത്തിൽ പോണത്. ദൈവത്തിന് കൊടുക്കേണ്ട പ്രാർത്ഥന മറ്റു പല രൂപങ്ങൾക്കും കൊടുക്കല്ലേ. അല്ലാതെ മാതാവിനോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല. മാതാവ് എനിക്ക് ജീവനൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ തെറ്റായ റൂട്ടിലൂടെ പോകുമ്പോൾ അത് പറഞ്ഞു തരുന്നെന്ന് മാത്രം. അപ്പോൾ വൺ വേയിലുള്ള ആ പ്രാർത്ഥനയല്ല, 2 വേ. കർത്താവ് എന്നോട് എന്ത് സംസാരിക്കുന്നു? അപ്പോൾ ആ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ നാമം മാത്രമേ പൂജിക്കാവൂ എന്നുള്ള ഒരു നിശബ്ദമായൊരു മെസ്സേജും കൂടെ അതിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ സ്തുതി കൊടുക്കണം, നമുക്ക് വർഷിപ്പ് ചെയ്യണം. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ മാത്രം പറയാനല്ല. എപ്പോഴും നമ്മൾ ദൈവത്തിന് സ്തുതി കൊടുക്കണം, നന്ദി പറയണം എന്നാണ് ആ ഫസ്റ്റത്തെ വാക്ക് പോലും. അതാരെങ്കിലും ഓർക്കുന്നുണ്ടോ? രണ്ടാമത് എന്താ പറയുന്നത്? അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നല്ലേ. എന്താ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അങ്ങയുടെ രാജ്യം വരണമേ. ദൈവത്തിൻ്റെ രാജ്യം എവിടെയാണ്? ഭൂമിയിലാണോ ദൈവത്തിൻ്റെ രാജ്യം? ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഈ ലോകത്തിൻ്റെ രാജാവ് സാത്താനാണ്, ദൈവമല്ല. എൻ്റെ ലോകം ഇതല്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലേ. മനസ്സിലായി? അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ഇതല്ല. അപ്പം അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ അന്ത്യം, ലോകത്തിൻ്റെ അന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ആകാശവും ഈ ഭൂമിയും കടന്നു പോകും. ഈ ഐഹികമായ ലോകത്തിൽ കർത്താവിന് രാജാവായിരിക്കാൻ സാധിക്കില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും വരും. മനസ്സിലായി? അന്ന് അവിടുത്തെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. മനസ്സിലായോ? അന്ന് സ്വർഗം എങ്ങനെയാണോ, അന്നൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. കർത്താവ് തന്നെയാണ് വെളിച്ചം എന്നാണ് പറയണത് വെളിപാടിൽ. മനസ്സിലായി? അപ്പോൾ അന്ന് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. ഇതൊരു പ്രത്യാശ നിറഞ്ഞ പ്രാർത്ഥനയാണ്. എന്ത്? അപ്പാ വേഗം വരണേന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ എന്ന് പറഞ്ഞാൽ ലോകാവസാനം അങ്ങ് എത്രയും വേഗം വരണേ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ഭൂമിയിൽ നടപ്പാക്കി തരണേ എന്നാണ്. ആരെങ്കിലും ഈ രണ്ടാമത്തെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇത് ആലോചിക്കുന്നുണ്ടോ? വെറുതെ അങ്ങോട്ട് ചൊല്ലല്ലേ. മൂന്നാമത് എന്താ പറയുന്നേ? അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് അല്ലേ. അതിൻ്റെ അർത്ഥം എന്തെന്നാ? അന്നന്ന് വേണ്ടുന്ന ആഹാരമേ ചോദിക്കാൻ പാടുള്ളൂ. കർത്താവ് അതാ നമ്മെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നാളെ മറ്റൊന്നും ഉള്ള ആഹാരവും ഉത്കണ്ഠ മൂലം ജോലി വേണം, പണം വേണം, വീട് വേണം, ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനല്ല കർത്താവ് പഠിപ്പിച്ചത് നമ്മളെ. എന്താണ്? അന്നന്ന് വേണ്ടുന്ന ആഹാരം അന്നന്ന് നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലേ, വയലിലികളെ നോക്കൂ, പക്ഷികളെ നോക്കൂ, അവ വിതയ്ക്കുന്നില്ലേ, കൊയ്യുന്നു, അവർക്കൊന്നും ഉത്കണ്ഠ ഇല്ല അല്ലേ. അവരിത്ര ഭംഗിയായി ദൈവം ഭംഗിയായി അലങ്കരിക്കുന്നു അല്ലേ. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ പ്രത്യേക സൃഷ്ടിയായ കർത്താവിൻ്റെ DNA തന്നെയായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവം എത്രത്തോളം വളർത്തും. അപ്പോൾ പിന്നെ ഈ പ്രാർത്ഥന അന്നന്ന് വേണ്ടുന്ന ആഹാരം കർത്താവ് തന്നെ. എനിക്ക് ഇന്ന ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യരില്ല. അപ്പോൾ കർത്താവിനറിയാം ആ ബുദ്ധിമുട്ട്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തേക്കുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ടത്. നാളെ നമ്മുടെ ലൈഫിനെ കുറിച്ച് നമുക്കറിയില്ല. നമ്മൾ നാളെ ഉണരുമോ എന്ന് പോലും അറിയില്ല. അപ്പോൾ പിന്നെ നാളത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുത്. അതാണ് അടുത്ത വരിയാണ്. ഇനി നെക്സ്റ്റ് വരി സൂക്ഷിക്കുമ്പോൾ നെക്സ്റ്റ് വരി നിങ്ങൾ പറയുമ്പോൾ അത് സൂക്ഷിച്ച് ചൊല്ലിയില്ല എങ്കിൽ നിങ്ങൾക്ക് ന്യായവിധി തേടേണ്ടി വരും. അതായത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേന്ന് അല്ലേ. ഇത് ചൊല്ലുമ്പോൾ സ്വയം ചോദിക്കണം,
ഞാൻ മറ്റുള്ളവരോട് ക്ഷമിച്ചുവോ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറിയത്? അവനോട് ക്ഷമിക്കാത്ത ഒരുവൻ ഈ പ്രാർത്ഥന ചൊല്ലുകയാണെങ്കിൽ കർത്താവിൽ ദയ കിട്ടുമോ? ദയ കിട്ടുക മാത്രമല്ല, അത് ശിക്ഷാവിധിക്ക് യോഗ്യതയല്ലേ? വെറുതെ ഇങ്ങനെ കിടന്ന് ചൊല്ലുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം, ഇതൊക്കെ ഞാൻ പാലിക്കുന്നുണ്ടോ? മനസ്സിലായി? അതെപ്പോഴും ചിന്തിക്കണം. അടുത്തതാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്ന പ്രാർത്ഥന, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അതാണ് കർത്താവ് നമുക്ക് തരുന്നത്. കർത്താവ് തന്ന ക്ലൂ എന്ത്? സാത്താൻ നമ്മളെ പ്രലോഭിപ്പിക്കാൻ വരും എന്ന് കർത്താവ് എപ്പോഴെപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലേ. അപ്പോൾ സാത്താനെ ജയിക്കാൻ വേണ്ടി നാം ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണത്. ഇന്ന് വരെ ആരെങ്കിലും അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ സ്വർഗസ്ഥനായ ചൊല്ലിയിട്ടുണ്ടോ? ഇങ്ങനെ അർത്ഥം ഓരോ വരി ചൊല്ലുമ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലണം. സാത്താൻ്റെ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാനും സാത്താൻ്റെ വഴികളിലൂടെ പോവാതിരിക്കുവാനും ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിച്ചിട്ട് ഉണ്ട് എങ്കിൽ അവരൊക്കെ കർത്താവിൻ്റെ വഴിക്ക് വരും. അല്ലാത്തവരൊക്കെ എല്ലാവരുടെ വഴിക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകും. മനസ്സിലായോ? ലോകം എന്നത് കഴുകൻ്റെ കണ്ണുകളാണ്. കഴുകൻ്റെ കണ്ണുകൾ പിണത്തെ അന്വേഷിക്കുന്നു എന്നാണല്ലേ. അതായത് യേശുവായിൽ അംഗീകരിക്കപ്പെട്ട എല്ലാവർക്കും യേശുവ നെറ്റിയിൽ മുദ്രയിട്ടിട്ടുണ്ട്. ഈ സാത്താൻ മുദ്രയിട്ട് കുറേ പേരല്ല, ഒരു 90% ആൾക്കാരും സാത്താൻ മുദ്രയിട്ട് വെച്ചേക്കാണ്. അതുപോലെ തന്നെ സാത്താൻ്റെ മുദ്ര ഞാൻ പറഞ്ഞല്ലോ 666 അല്ലേ. അത് പല രൂപത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുമ്പിൽ ഞാൻ കുറേ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കർത്താവിൻ്റെ മുദ്ര ശബാത്താണ് അല്ലേ. ഇനി അത് മാത്രമല്ല, കർത്താവ് നമ്മുടെ നെറ്റിയിൽ മുദ്രയിട്ട് നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകം ആകുന്ന ഈ കഴുകൻ പിണത്തെ അന്വേഷിക്കുന്ന പോലെ ഈ സാത്താൻ നമ്മെ, അതായത് നെറ്റിയിൽ മുദ്രയിട്ട് കർത്താവ് മാറ്റി വെച്ചിരിക്കുന്ന മക്കളെ ചുറ്റി നടക്കാണ്. അത് മാച്ച് കളയാനായിട്ട് അവരെ വഴി തെറ്റിച്ച് കൊണ്ടുപോകും. മറ്റുള്ളവർ നോക്കണ പ്രശ്നമില്ല, മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഒരു പ്രോബ്ലംസ് ഉണ്ടാവില്ല. കാരണം അവരൊക്കെ സാത്താനുള്ളതാണെന്ന് സാത്താനറിയാം, അവരവരുടെ വഴിക്ക് പൊക്കോളുന്ന സാത്താനറിയാം. ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെയാണ്. പക്ഷെ അതിൽ നിന്ന് വേർപെട്ട് കർത്താവിൻ്റെ വഴിക്ക് പോകുന്നവരെയാണ് സാത്താൻ്റെ ടാർഗറ്റ്. അവരെയാണ് വഴി തെറ്റിക്കാൻ നോക്കുന്നത്. ഞാൻ ഇത് പലവട്ടം ആവർത്തിച്ച് പറയാൻ കാരണം, ഇത് എത്രയൊക്കെ ടോക്ക് കേട്ടിട്ടും എന്നോട് കുറേ പേര് നിൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ കാണാറുണ്ടെന്ന് പറയും. എന്നിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണാറില്ല, ഉറപ്പാണ്, ഒരു ലൈക്ക് ഇട്ട് വെറുതെ തന്നെന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത് മനസ്സിലാവാണ്ടാണോ? എനിക്കറിഞ്ഞു 2 വഞ്ചിയിൽ കാലിട്ട് നടക്കാൻ എത്ര നാൾ നിങ്ങൾക്ക് കഴിയും? നിങ്ങൾക്കറിയോ, ജീവൻ്റെ രഹസ്യം മനസ്സിലാക്കുന്ന 2 കൂട്ടരാണ്. ഒരാൾ ശത്രു, അതായത് സാത്താൻ, പിന്നെ ഒരാൾ ദൈവ പൈതൽ. ഈ 2 കൂട്ടർക്കും മാത്രമേ നിത്യജീവൻ്റെ രഹസ്യം അറിയുള്ളൂ. ബാക്കി ഈ മിഡിലായി നിൽക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളെപ്പോലുള്ള, അവർക്ക് ഒന്നും അറിയില്ല. അവർ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇങ്ങനെ പോകും. ഇപ്പം ഞാൻ വന്ന് പറഞ്ഞപ്പോൾ അവർക്ക് തോന്നും ഇത് ശരിയാണല്ലോ. ഇനി വേറെ ഒരാൾ വന്നിട്ട് ഇങ്ങനെയാണ് വഴി എന്ന് പറയുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് തോന്നും. നിങ്ങൾ സ്വയം അന്വേഷിക്കി, സ്വയം ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കി. അപ്പോൾ ഈ രഹസ്യം സാത്താനും അറിയാം, നിത്യജീവൻ്റെ രഹസ്യം. മനസ്സിലായി? അതായത് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവിൻ്റെ DNA സൃഷ്ടിച്ചത് അല്ലേ. അപ്പോൾ ആ DNA മാറ്റാനായിട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മളെ മൃഗത്തെ പോലെ ആക്കാനായിട്ട് സാത്താന് സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. അതിന് മുന്നോടിയായിട്ടല്ലേ വാക്സിൻ കുത്തിവെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ചിപ്പും കാത്ത് കുത്തിരുന്നു. എന്നിട്ട് വാക്സിനിലൂടെ അവൻ നമ്മളെ കുടുക്കി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, രാത്രിയിൽ മസ്റ്റായിട്ടും നിങ്ങൾ 1 മണിക്കൂർ നേരമെങ്കിലും ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് കൂടെ ഇരുന്ന് വർഷിപ്പ് ചെയ്ത് സംസാരിക്കണം, വിശേഷം പറയണം, ഗുഡ് മോർണിംഗ് പറയണം. പ്രകൃതി നിങ്ങൾ ഇപ്പോൾ എത്ര നേരം വൈകി എഴുന്നേറ്റാലും നിങ്ങൾ പ്രകൃതി ഒന്ന് നിരീക്ഷിച്ച് നോക്കിയല്ലേ. ഒരു 6 മണി തുടങ്ങി നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാൽ എല്ലാ പക്ഷികളും കൂടാണെന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കർത്താവ് അവരെ പഠിപ്പിച്ച നിയമമാണ് ഈ പ്രകൃതി. ഇനി വെളുപ്പിന് ആരാധന നിൽക്കുന്ന ഈ പക്ഷികൾ തന്നെയാണ്. അവർ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറയും കർത്താവിൻ്റെ അടുത്ത്. അപ്പോൾ ഈ പ്രകൃതിക്ക് മുൻപേ അത് നമ്മുടെ ഒരു വാശിയാണ്. ഞാൻ എന്നും 3 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ നമ്മൾ എന്നും പ്രകൃതിക്ക് മുൻപേ എഴുന്നേറ്റ് കർത്താവിനോടൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്കി. ആ കറക്റ്റ് ടൈമിൽ എന്നും ഇപ്പോൾ അലാം വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, കറക്റ്റായിട്ട് കർത്താവ് എഴുന്നേൽപ്പിക്കും. ഇനി വളരെ ക്ഷീണിച്ച് നമ്മൾ കിടക്കുകയാണ് എങ്കിൽ തന്നെ, നമ്മൾ മറന്നു പോയാൽ തന്നെ എങ്ങനെയെങ്കിലും കർത്താവ് സ്വപ്നത്തിൽ കൂടെ എങ്ങനെയെങ്കിലും ഒരു സൗണ്ടിലൂടെയൊക്കെ എന്നെ എത്ര പ്രാവശ്യം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ. പെട്ടെന്ന് ചാടി നിന്നിട്ട്, പക്ഷെ അങ്ങനെ ഒന്നും ഒറിജിനൽ ആയിട്ട് സൗണ്ട് ഉണ്ടാവുന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തോട്ട് തന്ന് നമ്മൾ ദൈവം എഴുന്നേൽപ്പിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ തേജസ് നമ്മിലേക്ക് വരണമെങ്കിൽ നമുക്ക് പേഴ്സണൽ പ്രയർ ആവശ്യമാണ്.
ഇനി ഈ ദൈവ പൈതൽ നിത്യജീവന്റെ ഈ രഹസ്യം മനസ്സിലാക്കിയ പോലെ തന്നെ സാത്താനും അതായത് ഈ ഇലുമിനാലിറ്റീസും ഒക്കെ നിത്യജീവന്റെ രഹസ്യങ്ങൾ അവർക്ക് അറിയാം. അപ്പോൾ അവരെന്താ ചെയ്യുക? അവരും ഈ സമയത്തൊക്കെ അവർ എഴുന്നേക്കുന്നുണ്ട്. അറിയോ അതെന്തിനാ? വചനത്തിൽ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ട് ചെയ്യാതിരിക്കാനും ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനും ഒക്കെ അവരും ഉണർന്നിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സാത്താനെ ജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി, അതായത് നമ്മുടെ മാസത്തിലല്ല, യഹൂദന്മാരുടെ മാതിരി തന്നെ നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ പ്രാർത്ഥിക്കൂലേ? ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? അമാവാസി ദിവസം സാത്താൻ്റെ ശക്തി കൂടും. അതുപോലെ തന്നെയാണ് ഈ 1-ാം തീയതി രാത്രി. അതുപോലെ അവർ കുറേ വർഷിപ്പ് ചെയ്യുന്നുണ്ട് സാത്താന് വേണ്ടിയിട്ട്. നമ്മളെക്കാളും ഒരുപാട് കൂടുതലായിട്ട് അവരുടെ സാത്താനെ അവർ സേവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യണം? നമ്മൾ ഉണർന്നിരുന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിക്കണം. ഈ എല്ലാ മാസം 1-ാം തീയതി രാത്രിയിൽ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥനയുടെ ആവശ്യം നമുക്ക് അന്നുണ്ട്. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? ഉണർവുണ്ടാകണം. ഉണർവുണ്ടാവണമെങ്കിൽ ബുദ്ധിയും ഹൃദയവും ഒന്നായിരിക്കണം. അതിൻ്റെ പൊരുൾ എന്താണെന്നറിയോ? ബുദ്ധിയും ഹൃദയവും ഒന്നായിരിക്കണം. നിങ്ങൾ ഒന്നോർക്കണം, ദൈവം എന്നത് ഒരു ആത്മാവാണ്, ഒരു രൂപമല്ല. അത് നിങ്ങളുടെ മനസ്സിൽ അടിവരയിട്ട് അതെന്തായാലും നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ദൈവം എന്നത് ഒരു ആത്മാവാണ്, അല്ലാതെ അതൊരു രൂപമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് ഏതൊക്കെ രൂപത്തിൽ വന്നു അല്ലേ? ആ രൂപത്തിനൊക്കെ നമ്മൾ എടുത്ത് ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ? രൂപത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവം ഒരു ആത്മാവാണ്. അപ്പം ഇത്ര വലിയ സർവശക്തനായ ഒരു ചൈതന്യം, ആ ചൈതന്യത്തെ കേവലം ഒരു രൂപത്തിൽ ഒതുക്കി നിർത്താൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഇനി പിതാവ് പുത്രനായത് തൻ്റെ ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് മനുഷ്യനായിട്ട് വന്നത്. ഏശയ്യ 9:6 ദൈവത്തെ പറയുന്ന കർത്താൻ സമാധാന പ്രഭു, ശക്തനായ ദൈവം, നിത്യപിതാവ്, ഇതൊക്കെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്ര വലിയ ദൈവത്തെ ജീവനില്ലാത്ത ഒരു മണ്ണിൻ്റെ പ്രതിമയിൽ ഒതുക്കാനായിട്ട് എൻ്റെ ക്രിസ്ത്യാനിയെ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കണു? എന്നിട്ട് നമ്മൾ ആ പ്രതിമയുടെ മുൻപിൽ വണങ്ങുകയും പ്രതിഷ്ഠിക്കുകയും അവരെ പൂജിക്കുകയും ഒക്കെ ചെയ്യാണ്. ഇനി യേശുവാ ദൈവപുത്രനായിരുന്നല്ലേ? അപ്പോൾ എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ, അത് കേട്ടിട്ടില്ലേ ആ പാട്ട്? അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ? വത്സലപുത്രനാണ് എഫ്രായിം. അപ്പോൾ എഫ്രായിമിനെ നമ്മൾ ആരാധിക്കണം. യേശുവായ പോലെ തന്നെ ദൈവപുത്രനല്ലേ എഫ്രായിം. ഇനി അബ്രാഹം ദൈവപുത്രനല്ലേ? അപ്പോൾ നമ്മൾ അബ്രാഹത്തിനെ ആരാധിക്കണം. അതുപോലെ തന്നെ യേശുവായി ആരാധിക്കണം. അത് എഫ്രായിമിനെയോ അല്ലെങ്കിൽ അബ്രാഹത്തിനെയോ നമ്മൾ വണങ്ങണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശുവ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു കംപ്ലീറ്റ് യഹൂദനായ മനുഷ്യനായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇടയും ഞാനത് പറഞ്ഞിട്ട് അന്നത്തെ വീഡിയോ എന്തായിരുന്നു ബഹളം. നിങ്ങളെ യേശുവായി ദൈവമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇത് 3 ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ, ആ ഒരു വാക്ക് നിങ്ങൾ ചിന്തിക്കുക, ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവ ഒരു കംപ്ലീറ്റ് മനുഷ്യനായിരുന്നു. അതിനുശേഷം ദൈവമായി. മനസ്സിലാവട്ടെ? നിങ്ങൾക്ക് എന്തത് മനസ്സിലാവാത്തത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നീ ഏതൊരു നിരീശ്വരവാദിയായ മനുഷ്യനായാലും അവർക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്, ചിന്തയില്ലാത്തവരില്ല. അപ്പോൾ ജീവനുള്ള നാം ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. അല്ലാതെ ജീവനില്ലാത്ത വസ്തുക്കളെ അല്ല നമ്മൾ ആരാധിക്കേണ്ടത്. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് ഈ വിഗ്രഹാരാധന എന്നുള്ളത്. നമ്മുടെ ദൈവം പവർഫുള്ളാണെന്നേ അല്ലേ? അതുകൊണ്ടാണ് ദാവീദ് അവിടത്തേക്ക് വേണ്ടി ദേവാലയം പണിയട്ടെ എന്ന് ചോദിച്ചു അല്ലേ സോളമൻ. അപ്പോൾ എന്താ പറഞ്ഞത്? ദാവീദിനോട് പറഞ്ഞു, നിൻ്റെ സ്ഥലത്ത് വന്നിരിക്കാൻ എനിക്കാകുമോ? എൻ്റെ ഈ ചൈതന്യത്തിനെ ഒരു സ്ഥലത്ത് ഒതുക്കി വയ്ക്കാൻ നിനക്കാവുമോ എന്നാണ് ദാവീദിനോട് ചോദിച്ചത്. ദൈവം പ്രപഞ്ച സൃഷ്ടാവാണ്. ജീവനില്ലാത്ത ഒരു സാധനത്തിനെയും നിങ്ങൾ നമസ്കരിക്കില്ലേ? ജീവനില്ലാത്ത ഒരു സാധനത്തിനെയും തിന്നാനും പാടില്ല. അപ്പോൾ ഈ അന്ത്യകാലത്ത് 1 മണിക്കൂർ നേരം എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവം രണ്ടാമതായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുള്ളൂ.
ജീവന് വേണ്ടി ഓടുന്നവർക്കുള്ളതല്ല ഈ രക്ഷ എന്ന് പറയുന്നത്. ദൈവത്തിന് വേണ്ടി ജീവൻ കൊടുക്കുന്നവർക്കാണ് രക്ഷ. വചനം വെറുതെ കേട്ടുപോകുന്ന കുറേ പേരുണ്ട്. അവർക്കൊന്നും വചനത്തോട് ദാഹമില്ല. ദൈവവചനം ഒരിക്കലും മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ളതല്ല. അത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. ഈ പ്രവാചകന്മാരായാലും യേശുവ ആയാലും ദൈവവചനം മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള പ്രസംഗങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ അത് ലോകപ്രകാരമാണ്. മനസ്സിലായോ? ഹൃദയം സ്നേഹത്തിൻ്റെ വികാരം. നേരത്തെ പറഞ്ഞല്ലോ, ഉണർവുണ്ടാവുന്നത് ഹൃദയവും ബുദ്ധിയും കൂടി ഒന്നു ചേർന്നിട്ടാണല്ലേ. ഹൃദയം സ്നേഹത്തിൻ്റെ വികാരമാണ്. ബുദ്ധി എന്ന് പറയുന്നത് ഒരു അന്വേഷിക്കലാണ്. അതായത് ഒരു കാര്യം അന്വേഷിക്കലാണത് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യവും ചേരുമ്പോഴാണ് നമുക്ക് ഉണർവുണ്ടാവുന്നത്. അപ്പോൾ ദൈവത്തെ അന്വേഷിച്ച്, ദൈവത്തെ സ്നേഹിച്ച് ഉണർവുണ്ടായി പ്രാർത്ഥിക്കണം നമ്മൾ. ഇങ്ങനെ ഉണർവോടെ പ്രാർത്ഥിച്ചാലേ ആത്മാവിനെ കിട്ടൂ. അല്ലാതെ മറ്റുള്ള ജാതികൾ അതര ജൽപ്പനം ചെയ്യുന്നത് പോലെ, ദൈവമേ ഞാൻ പരദേശിയായി കിടന്നു, നിത്യരാജ്യത്തിനായി കൊതിക്കണപ്പാ, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. 2 വഞ്ചിയിലും കാലിട്ടാൽ നമ്മുടെ കള്ളത്തരം ദൈവ പരിശോധനയിൽ അറിയില്ലേ? അത് തെളിയില്ലേ? നമ്മുടെ ബലഹീനത നോക്കിയാണ് ഈ സാത്താൻ കയറി വരുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കും. ഒരുപാട് തടസ്സങ്ങൾ വരും. എനിക്ക് കുറേ തടസ്സങ്ങൾ പല വീഡിയോയിൽ ഇടുമ്പോഴും അതിന് മുമ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം ഇതിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. എനിക്ക് വയ്യപ്പ, ഞാൻ ഇടുന്നില്ല, എനിക്ക് ഇനി പറ്റില്ല. ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ജെറുസലേമിൽ നിന്ന് റീന ഫ്രാൻസിസിലൂടെ ഒഴുകുന്നതാണ്. പക്ഷെ എന്നെ കേൾക്കുന്ന പലരും അവരിപ്പോൾ എന്നെ വിശ്വസിക്കണമെന്നില്ലല്ലോ. പല ടോക്കുകളും കേൾക്കുന്നുണ്ടാവാം, നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെ. അപ്പോൾ അവർ വഴി തെറ്റിപ്പോവാണ്. ഈ നമ്മളെ ടോക്ക് കേട്ടിട്ട് ആ ടോക്കും കൂടി കേൾക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിൽ നമുക്ക് അതുമ പണിതുയർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ച, ഇപ്പം എപ്പോഴും കർത്താവ് നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യ്, ബാക്കി കർത്താവ് നോക്കിക്കോളും. അപ്പോൾ അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ സാത്താൻ പലപ്പോഴും ശ്രമിക്കും. അപ്പോൾ ദൈവം നമ്മെ നോക്കുന്നൊരു നോട്ടുണ്ട്. കർത്താവ് എന്താ പറഞ്ഞ യേശുവ? പിതാവിൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കലാണ് എൻ്റെ ആഹാരം, അതാണ് എൻ്റെ ആഹാരം എന്നാണ് നമ്മുടെ മാതൃകയായി യേശുവ പറഞ്ഞത്. അതുപോലെ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണം. കർത്താവായിരിക്കണം നമ്മുടെ വെളിച്ചം. വെളിപാടിൽ പറയുന്ന പോലെ പുതിയ ആകാശം പുതിയ ഭൂമിയും വരും, അന്ന് പ്രകാശം ഇല്ല, അന്ന് കർത്താവാണ് വെളിച്ചം. അതുപോലെ ആയിരിക്കണം നമ്മൾ. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നത് നിങ്ങളും ചിന്തിച്ച് നോക്കി. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന ആ കാഴ്ച, അതെത്ര ആനന്ദമാണല്ലേ. ഇനി ഇതുമായി ബന്ധമില്ല, എന്നാലൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ശബാത്ത് ചെയ്യുമ്പോൾ നമ്മൾ കിദ്ദൂഷ് ചെയ്യൂലേ. ഈ കിദ്ദൂഷ് ചെയ്യുന്നത് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രമല്ല, ഞാൻ നിങ്ങളുടെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, അതെന്തിനും കൂടിയുള്ളതാണ്, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കിദ്ദൂഷ് ചെയ്യുമ്പോൾ ദൈവത്തിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം രൂപപ്പെടാണ്. ഓരോ ആഴ്ചയും നമ്മൾ കിദ്ദൂഷ് ചെയ്യുമ്പോൾ ആ വൈൻ നമ്മളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഹൃദയം, ഒരു കർത്താവിന് വേണ്ടി തുടിക്കുന്ന ഒരു ഹൃദയം അത് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശബാത്ത് എന്നത് നിത്യരാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നാളെ പുഴുവരിച്ച് പോകാൻ എന്താ പറയുക, അത്രയും ഇതില്ലാത്ത നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടല്ല ഭാരപ്പെടേണ്ടത്, ആത്മാവിന് വേണ്ടിയിട്ട് അല്ലേ. ആത്മാവിനെ കേവലം നിസ്സാരമായി കണക്കാക്കി നിങ്ങൾ അതുകൊണ്ട് പാസ്റ്ററേയും പുരോഹിതന്മാർക്ക് ഏൽപ്പിക്കില്ലേ. നിൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ അത് മറ്റുള്ള മനുഷ്യന് സാധിക്കില്ല. അവൻ കൊണ്ടുപോണ പോലെയാണ് നിൻ്റെ ആത്മാവ് കൊണ്ടുപോകേണ്ടത്. അവൻ നിന്നിൽ ദശാംശം കിട്ടാൻ വേണ്ടി അവൻ പലതും പറയും, അവൻ പലതും പറഞ്ഞ് സന്തോഷിപ്പിക്കും അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞല്ലേ പ്രവാചകന്മാരുടെ കഥ. അപ്പോൾ സുഖിപ്പിച്ച് സംസാരിക്കുന്ന പ്രവാചകന്മാരുടെ കൂടെ ജനം നിൽക്കുള്ളൂ. അല്ലാണ്ട് ജെറമ്യ പ്രവാചകൻ്റെ കൂടെ അന്ന് ആരും നിന്നില്ല. അതുപോലെ കാര്യങ്ങൾ പറയുന്ന പ്രവാചകന്മാരുടെ കൂടെ ആരും ഉണ്ടാവില്ല. അപ്പോൾ മനുഷ്യരിൽ നിന്നല്ല മാനമിച്ചിക്കേണ്ടത്, ദൈവത്തിൽ നിന്നാണ് നമ്മൾ മാനമിച്ചിക്കേണ്ടത്. അതിന് ദൈവ ഭയം വേണമെന്നേ. എല്ലാം ദൈവം ക്ഷമിക്കുന്നു വിചാരിച്ച് നിങ്ങൾ ഇരിക്കില്ലേ. നമ്മുടെ കർത്താവ് വരുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ടാ, കുഞ്ഞാടായിട്ടല്ല. നിങ്ങൾ അത് ഓർക്കണം.
എത്ര ഭയാനകമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന നരകം. ഇതൊക്കെ ഞാൻ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. 1 കോറിന്തോസ് 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്ക്. നിങ്ങൾ തിന്നാനും കുടിക്കാനും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അല്ലേ? ഇത് സത്യമല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാനും കുടിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാനും വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നു. നിങ്ങൾ ഒന്നോർത്തേ, ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്ക് പോവാം. പക്ഷെ അവർ വിഗ്രഹത്തെ ആരാധിച്ചത് കൊണ്ട് ഭൂരിഭാഗം കുറച്ച് പേര് മാത്രമേ കാനാൻ ദേശത്തേക്ക് എത്തിയുള്ളൂ അല്ലേ? ആ ഒരു വലിയ തലമുറ അങ്ങനെ തന്നെ മരുഭൂമിയിൽ മരിച്ചു വീണു. എല്ലാവർക്കും രക്ഷ കിട്ടിയോ? ഇല്ല. ഇനി കർത്താവിനെ പരീക്ഷിച്ച് 23,000 പേര് ഒരൊറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു അല്ലേ? പാമ്പ് കടിയേറ്റ് മരിച്ചു. അവരിൽ പിറുപിറുക്കുന്നവരെ സംഹാരകൻ നശിപ്പിച്ചു കളഞ്ഞു. ഇതൊക്കെ നമുക്കൊരു താക്കീതാണ്. ഇനി 1 കോറിന്തോസ് 10:12 പറയുന്നു, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്ന് എത്തി നിൽക്കുന്നത്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളുക. പൗലോസ്ലീഹ പറഞ്ഞതാ. അപ്പം എന്താണ് അന്ത്യകാലം അന്ന് തുടങ്ങിക്കഴിഞ്ഞു. യേശുവായുടെ മരണശേഷം അന്ത്യകാലം തുടങ്ങി. അത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരണം? ഇത് പൗലോസ്ലീഹയുടെ വാക്കാണ്, ഞാൻ പറഞ്ഞതല്ല. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം സമയമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കാനാണ് പറഞ്ഞത്. പ്രലോഭനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങളുടെ ശക്തിക്കെതിരായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കില്ല. അത് നിങ്ങൾ ചിന്തിക്കൂ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ടുന്ന ശക്തി നിങ്ങൾക്ക് കർത്താവ് തരും. പൗലോസ്ലീഹ പറഞ്ഞതാണ്. അതായത് പല പല പരീക്ഷണങ്ങളും തരുമ്പോൾ നിങ്ങൾക്ക് പറ്റാത്തത് കർത്താവ് തരില്ല. അതെൻ്റെ മോള് ചെയ്യും, അല്ലെങ്കിൽ അത് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമുക്ക് തരുന്നേ. എൻ്റെ മോൾ അതിൽ ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമുക്ക് തരുന്നേ. അതിലപ്പുറത്തേക്ക് കർത്താവ് എല്ലാത്തിലും പാപമൊഴുകി എല്ലാത്തിലും പരീക്ഷിക്കപ്പെട്ടു അല്ലേ? ഒരു മനുഷ്യനായിട്ട് കാണിച്ചു തന്നു നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അതുകൊണ്ട് യേശുവാക്കി അവസാനം വരുമ്പോൾ നമ്മൾ വിധിക്കാൻ പറ്റും അല്ലേ? ദൈവമായിരുന്നുകൊണ്ട് വിധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനുഷ്യനായിട്ട് വന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള ശക്തി കിട്ടും. ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത മനുഷ്യരില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു സൈക്കിൾ ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു യഹൂദൻ്റെ തോട്ട് അല്ലേ? അതായത് നമ്മൾ ദൈവത്തിൽ നിന്ന് താഴേക്ക് ഇറക്കത്തിലേക്കാണ് സൈക്കിൾ ചവിട്ടുന്നതെങ്കിൽ പ്രത്യേകിച്ച് സ്ട്രെയിൻ ചെയ്ത് എഴുന്നേറ്റ് ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ ഇരുന്നാൽ മതി, തന്നെ പോയിക്കോളത് അല്ലേ? പക്ഷെ നമ്മളത് കയറ്റം കയറി ചവിട്ടണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്ട്രെയിൻ ചെയ്ത് ചവിട്ടണം അല്ലേ? നമ്മൾ ദൈവത്തെങ്കിലേക്ക് എത്തണമെങ്കിൽ. അതുപോലെ നമ്മുടെ ജീവിതം, നമുക്ക് സ്ട്രെയിൻ ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുകയാണ്. അത് നിങ്ങൾ ചിന്തിക്കണം. 1 കോറിന്തോസ് 10:21 കർത്താവ് ചോദിക്കുകയാണ്, കർത്താവിൻ്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രവും കുടിക്കാൻ നിങ്ങൾക്ക് ഒരുമിച്ച് സാധിക്കില്ല എന്ന്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഒരു പ്രതിമയോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ദൈവമാണെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കണേ. ആ പ്രതിമയിൽ കയറിയിരിക്കുന്നത് സാത്താനാണ്. ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് വെള്ളത്തിനെ ഒരു പിടിയിൽ പിടിക്കാൻ സാധിക്കുമോ? ആ വെള്ളത്തിനെ നമുക്ക് ഒതുക്കി നിർത്താൻ പറ്റുമോ? കേവലം ഒരു വെള്ളം. അപ്പോൾ പിന്നെ ഈ സർവ്വശക്തനായ ദൈവത്തിൻ്റെ ചൈതന്യത്തിനെ ഒരു രൂപത്തിൽ കൊണ്ട് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലേ? 2 വഞ്ചിയിൽ കാലിട്ടാൽ അത് ദൈവത്തിന് തിരിച്ചറിയില്ലേ? അപ്പം അതുകൊണ്ട് ബുദ്ധിയും ഹൃദയവും ഒന്നാക്കി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വെളിച്ചമാണ്. മനുഷ്യരെ നോക്കി നടക്കല്ലേ, കർത്താവാകുന്ന വെളിച്ചത്തെ നോക്കി നടക്കണം. നിത്യരാജ്യത്തിലെ വെളിച്ചം കർത്താവാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നെൻ്റെ ചിന്തകൾ. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എത്രയൊക്കെ പറഞ്ഞു തന്നിട്ടും എത്രയൊക്കെ വീഡിയോകൾ കേട്ടിട്ടും മനസ്സിലാകാത്തത് എനിക്കറിയില്ല. അതായത് എല്ലാവരുടെയും കണ്ണുകൾ ദൈവം തുറക്കണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇത് ദഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടു പൊക്കോ. വെറുതെ ഞാനായിട്ട് ഇങ്ങനെ മുഷിയാൻ വരണ്ട. നിങ്ങൾക്ക് ഇനി ആത്മാർത്ഥമായിട്ട് അറിയേണ്ട ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ നിങ്ങൾ എന്നോട് ജയിക്കാൻ വേണ്ടിയിട്ട് പന്നികൾക്ക് ഇട്ട് കൊടുക്കാനുള്ളതല്ല ദൈവവചനത്തിൻ്റെ മുത്തുകൾ എന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ലോകത്തിൻ്റെ വഴിയെ പൊക്കോ. അല്ലെങ്കിൽ പുരോഹിതന്മാരെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ അവരെ കുറ്റം. ഇപ്പം നിങ്ങളൊരു കാര്യം, ഞാൻ പറയുന്നതൊന്നും എൻ്റെ ചിന്തകൾ മാത്രമല്ല, പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയിരുന്ന കാര്യങ്ങളല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവിൽ, ഞാൻ അത്ര വലിയ ആളൊന്നല്ല. നിങ്ങൾ പറയണ പോലെ തന്നെ, നിങ്ങളെ പോലെ തന്നെ ഞാനും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആളല്ലേ. പക്ഷേ ഞാൻ വ്യക്തമായ തെളിവില്ലാതെ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല.
യഥാർത്ഥമായ സുവിശേഷം ഒഴുകേണ്ടത് ജെറുസലേമിൽ നിന്നാണ്. അത് ആണ് ഞാൻ പറയുന്ന ഭൂരിഭാഗവും കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ ഗാന്ധിജിയുടെ കാര്യവും മദർ തെരേസയുടെ അത് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ഇതൊക്കെ സത്യമല്ലേ? മുതുകാണ്ട കാര്യമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫോണിലിരിക്കണേ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കൂടെ? വ്യക്തമായ തെളിവിൻ്റെ ഒരു വീഡിയോ ഒന്നല്ല, ഞാൻ പല കാര്യങ്ങളും കണ്ട് സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇത് വെറുതെ പബ്ലിക്കിൽ ചെന്നിട്ട് നമ്മൾ മണ്ടത്തരങ്ങൾ വിളമ്പോ. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യില്ലേ? എന്തിനാണ് അത് തെറ്റാണെന്ന് അറിഞ്ഞാൽ തന്നെ ഫേസ്ബുക്ക് പോലും നമ്മൾ ബാൻ ചെയ്യില്ലേ? അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുക, കോമൺ സെൻസ് ഉപയോഗിക്കുക. ഞാനിത് എൻ്റെ ചിന്തകളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പരിശുദ്ധാത്മാവ് തരുന്ന കുറേ ചിന്തകൾ അത് നമ്മൾ ഉപദേശമായിട്ട് പറയുന്നുണ്ടെന്നല്ലാതെ ഈ മർമ്മങ്ങളും അതുപോലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതല്ല. അത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. അതുപോലെ റീന ഫ്രാൻസിസ് ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് റീന ഫ്രാൻസിസിനെ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ദൈവത്തെ ബുദ്ധിമാനായിട്ട് അന്വേഷിക്കണം, കണ്ടെത്തണമെങ്കിൽ. ദൈവത്തെ തിരയുന്ന ബുദ്ധിമാന്മാരുണ്ടോ അല്ല എന്നാണ് ദൈവസ്വർഗത്തിൽ നിന്ന് നോക്കണത്. മനസ്സിലായല്ലോ? മണ്ടന്മാരെ പോലെ നമ്മൾ ഇത്ര നാൾ ഇങ്ങനെ വളർന്നു വന്ന്, നമ്മൾ ഇത്ര നാൾ ഇങ്ങനെ പഠിച്ചത്, ഇനി അതിൽ നിന്ന് ഞങ്ങൾ പോവില്ല. നിങ്ങൾ പോകണ്ട, നിങ്ങളോട് പോകാരും പറഞ്ഞില്ല, നിങ്ങൾ പൊക്കോ, നരകത്തിലേക്ക് പൊക്കോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ അന്ത്യകാലത്ത് ഈ സുവിശേഷം ഓരോ മനുഷ്യൻ്റെയും ചെവിയിലെത്തും. അത് ദൈവത്തിൻ്റെ ഹിതമാണ്. തട്ടിക്കളയണവർക്ക് തട്ടിക്കളയാം, മനസ്സിലായോ? സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. അത് എന്തിനാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ഈ വർത്താനത്തിൽ ആർക്കെങ്കിലും പൗലോസ്ലീഹ പറഞ്ഞോണം ഒരു സ്പർദ്ധ ജനിപ്പിക്കാനിടയായാൽ, ആരെങ്കിലും ഇപ്പം പറയില്ലേ, ദൈവത്തിൻ്റെ സൗണ്ട് കേട്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടുകൾ ഇടയൻ്റെ സൗണ്ട് കേട്ട് ഓടി ചെല്ലു അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ മക്കളാണ് എങ്കിൽ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിലേക്ക് തിരിച്ചു വരും. യഹൂദനായാലും പല സ്ഥലത്തും ചിതറിക്കപ്പെട്ട് കിടക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് യേശുവായ ശിഷ്യന്മാരെ ലോകം മുഴുവൻ അയച്ചത്. നിന്നെ പോലെയുള്ള ക്രിസ്ത്യാനികളെ പെറുക്കിയെടുക്കാനല്ല. 12 ഗോത്രത്തിൽ 2 ഗോത്രമേ ഉണ്ടായിരുന്നു. 10 ഗോത്രവും പോയി പല പല സ്ഥലങ്ങളിലേക്ക്. അവരെ കണ്ടുപിടിക്കാൻ ശിഷ്യന്മാരെ അയച്ച്. നീ ഒരു കാര്യം ചിന്തിക്ക്, ഈ ദൈവം മനുഷ്യനായി യേശുവായി വന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, യഹൂദന് വേണ്ടിയിട്ടാണ്. ശരി, നമുക്കും ദൈവമുണ്ട്. ദൈവത്തിൻ്റെ ആ ഒരു അതെങ്ങനെ നമ്മളെ ഒട്ടിച്ചേർക്കണം യഹൂദനോട്, മനസ്സിലായോ? യഹൂദനായി വേരിൽ നിന്ന് വളം വലിച്ചെടുത്ത് നമ്മൾ യഹൂദനോട് ഒട്ടിച്ചേർന്ന് നിന്നാൽ അപ്പൻ്റെ മക്കളുടെ മേശയുടെ കീഴിൽ വീഴുന്ന അപ്പക്കഷ്ണെങ്കിലും മതി അപ്പ. അത്ര വിനയത്തോടു കൂടി പ്രാർത്ഥിക്കണം, മനസ്സിലായ? റൂത്തിനെ പോലെ നമ്മൾ അതുപോലെ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. ജാതികളായ നമ്മൾ അപ്പൻ്റെ ആ ഒരു സൗഭാഗ്യത്തിലേക്ക് ഒരു തരിയെങ്കിലും അപ്പൻ്റെ അങ്ങനെ കേണപേക്ഷിക്കണം നമ്മൾ. അല്ലാതൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, മനസ്സിലായ? അല്ലാതെ കർത്താവ് വന്ന് പിറന്നതും ക്രൂശിൽ മരിച്ചതും ക്രിസ്ത്യാനിയായ നിനക്കാണെന്ന് നിൻ്റെ പുരോഹിതന്മാർ മണ്ടത്തരാണ് നിന്നെ പഠിപ്പിച്ചേക്കണം. അത് യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. അതിലുള്ള ഒരു വലിയ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നായിരുന്നല്ലോ. ക്രൂശ് മരണം എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ ആ രഹസ്യങ്ങൾ, ആ മർമ്മങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോരം പേരായിരുന്നു ഇഷ്ടം തരാനായിട്ട്. കാരണം മർമ്മങ്ങളാണല്ലോ. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഭയങ്കര ബഹളായി. എപ്പോഴും കാതിനിമ്പമുള്ളതല്ലേ എല്ലാവർക്കും വേണ്ടു, മനസ്സിലായി? അപ്പം നമ്മൾ സത്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു പോകാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഇനി ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇപ്പോൾ പഴയ വീഡിയോസ് ഇരുന്ന് കാണൂ. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എപ്പോഴെപ്പോഴും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ കർത്താവിനോട് രാത്രി 1 മണിക്കൂറെങ്കിലും നമ്മൾ കർത്താവിനോട് കൂടെ സമയം കണ്ടെത്തണം, എത്ര ക്ഷീണം ഉണ്ടായാലും കേട്ടോ. ആ ഒരു വർഷിപ്പിൻ്റെ ആ മാധുര്യം നുണഞ്ഞാൽ മാത്രമാണ് നമുക്ക് അത്ഭുതകരമായ പല മാറ്റങ്ങളും. നമ്മൾ കുറേയും കൂടെ കർത്താവിനോട് അടുക്കുന്നേ. എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അപ്പം ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പല അത്ഭുതങ്ങളും ഉണ്ടാവണവരുണ്ട് കേട്ടോ. അതൊക്കെ ഞങ്ങളായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പം നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യണം. രാത്രിയിൽ 1 മണിക്കൂറെങ്കിലും മിഴിച്ചിരുന്ന് നിങ്ങളുടെ കർത്താവിന് നന്ദി പറയുന്നവരായിരിക്കണം. ഇനി ദൈവവചനത്തെ എടുത്ത് വ്യഭിചരിക്കാനായിട്ട് നടക്കുന്ന കുറേ പേരുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ ഓടി ഒളിക്കും. നിൻ്റെ ആത്മാവിന് രക്ഷ വേണോ? വചനം വ്യാപാരമാക്കാൻ നിൽക്കലേ. അവർക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും അതുപോലെ അവർക്ക് പൈസ കിട്ടാനാണ് അവർ നിങ്ങളെ യൂസ് ചെയ്യണത് അല്ലേ? എത്രയോ ഫോളോവേഴ്സൊക്കെ ഉണ്ടാവുമല്ലേ? അപ്പോൾ നിങ്ങൾ അതെല്ലാം കൂടി കേട്ട് കൺഫ്യൂസ്ഡ് ആവല്ലേ? നിങ്ങൾ ഒരു കാര്യത്തിൽ ഇതാണ് നമ്മുടെ ഇത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അതിർവരമ്പ് ഉണ്ടല്ലേ, അതിലപ്പുറം
അതിനപ്പുറത്തേക്ക് വേറെ ആരെങ്കിലും നമ്മൾ ബലഹീനമാണ് എങ്കിലും നമ്മൾ അതിലൊക്കെ പെട്ടുപോകും. നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം ഒരുപാട് നമ്മളിൽ ഇടയിലുള്ള ആൾക്കാർ തന്നെ വഴിതെറ്റി പോകുന്ന ഈ സമയത്ത്. അപ്പോൾ എല്ലാവരും ശക്തിപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുക, ദൈവവുമായിട്ട് എപ്പോഴും സംസാരിച്ച് ദൈവവുമായിട്ട് വർത്തമാനം പറഞ്ഞ് പരിശുദ്ധാത്മാവുമായിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു ബന്ധത്തിൽ കഴിയണം. എന്നാലേ നമുക്ക് കർത്താവ് ഒലിവുമലയിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഇനി കൂടുതലായിട്ട് ഡീറ്റെയിലായിട്ട് ഞാൻ വചനം വ്യാപാരമാക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ വരച്ച് കാട്ടിക്കൊണ്ട് എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ ഇത്ര നേരം എന്നെ ശ്രമിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തോദാ റബ്ബ.